അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് സാധാരണ നമ്മുടെ നാടുകളിൽ ജുമാഅത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച ഓതുന്ന നുബാത്തിയ ഖുതുബയുണ്ട്. ദുൽഖഅദ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് ഓതുന്ന നുബാത്തിയ ഖുതുബയുടെ ആശയം മാത്രമാണ് ഇതിൽ കൂടി പറയുന്നത്. ചിലയിടത്ത് നുബാത്തിയ ഖുതുബ അല്ലാത്ത മറ്റു ഖുതുബകളും ഓതാറുണ്ട്. എങ്കിലും കൂടുതൽ പള്ളികളിലും ഓതുന്നത് നുബാത്തിയ ഖുതുബയായതുകൊണ്ട് ഇതിൻ്റെ ആശയം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഖുതുബയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും തെക്കുവയുള്ളവരായി മാറാനും ഉപകരിക്കും. അതുകൊണ്ട് ഇനി ഖുതുബ ആശയത്തിലേക്ക് പോകാം. ഘടകങ്ങൾ കൂടിച്ചേർന്നവനല്ലാത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും പൂർണ്ണതയുടെയും ശ്രേഷ്ഠതയുടെയും ഉടമസ്ഥരായ അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. ഫലശൂന്യമായ കാര്യത്തിൽ മുഴുകുന്നതിൽ നിന്നും നിങ്ങളുടെ നാവുകളെ നിങ്ങൾ ബന്ധിക്കണേ. അശ്രദ്ധരായ മുഴുവൻ മുസ്ലിങ്ങളെയും പരദൂഷണം പറയുന്നതിൽ നിന്നും അവയെ തടയുക. സംസാരിക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും നാവിനരികിൽ അള്ളാഹു ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ബുദ്ധിമാന്മാർ സ്വന്തം കാര്യത്തിന് വേണ്ടി ജോലിയായവനായിരിക്കും. അറിയുക, കാലിൻ്റെ വഴുതൽ പെട്ടെന്ന് സുഖപ്പെടുത്താവുന്നതാണ്. നാവിൻ്റെ വഴുതൽ നാശം വഷളായതാണ്. സ്വന്തം ശരീരത്തിൻ്റെ കുറവുകൾ കാണുന്നവൻ മറ്റുള്ളവരെ തൊട്ട് അന്ധനായിരിക്കും. ഒരുത്തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹം അവൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അത് അവനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഒരുത്തൻ്റെ ദർശന സ്ഥലം മോശമായാൽ അവൻ ഉയർന്നിരിക്കുന്ന സ്ഥലം മോശമായിരിക്കും. ഒരാൾ തൻ്റെ മുസ്ലിം സഹോദരൻ്റെ മാനം പരദൂഷണത്തിലൂടെ പിച്ചു ചീന്തിയാൽ അവൻ്റെ വാദി അള്ളാഹു ആയിരിക്കും. ഈ വസ്തുത ശരിയായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാണെന്ന് ഓർക്കണം. ഈബത്ത് പറയലും കേൾക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞതാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ അടിമകളെ, കാര്യം ചെറുതും കുറ്റം വലുതുമാകുന്നു. ഈബത്തിൽപ്പെട്ട ഒരു പദത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈബത്ത് എത്ര മുഖങ്ങളെയാണ് നരകത്തിൽ കത്തിച്ച് വീഴ്ത്തിയത്. നരകത്തിലെ ചൂടുവെള്ളം കുടിച്ചിരിക്കുന്നതിലേക്ക് അത് അവരെ എത്തിച്ചു. മുഷിപ്പുകളുടെയും ദുഃഖങ്ങളുടെയും വീടിൽ അത് അവരെ താമസിപ്പിച്ചു. പരിഭ്രമങ്ങളുടെയും ഭീകരതയുടെയും വീട്ടിലും. ബന്ധിതർ മോചിതനാകാത്ത, വലിയവൻ ആദരിക്കപ്പെടാത്ത, ചെറിയവൻ കരുണ കാണിക്കപ്പെടാത്ത, പൊട്ടിയത് ശരിയാക്കപ്പെടാത്ത, തീജ്വാല കെടുക്കപ്പെടാത്ത ഒരു ഭവനമാണത്. അതിലെ ആളുകളുടെ വസ്ത്രം ഇരുമ്പായിരിക്കും, അവരുടെ പാനീയം ചലമായിരിക്കും. അവരുടെ ശിക്ഷ സ്ഥിരമായതും പുതുക്കപ്പെടുന്നതുമായിരിക്കും.
സന്തോഷം അവരിൽ നിന്നും അകന്നതായിരിക്കും. നിരാശ അവരെ ഉൾക്കൊണ്ടിരിക്കുന്നു. അവരിൽ അമ്പരപ്പ് ഇറങ്ങിയിരിക്കുന്നു. അവർ കരഞ്ഞാൽ കരുണ ചെയ്യപ്പെടുകയില്ല. അവർ ആവലാതി ബോധിപ്പിച്ചാൽ ആര് കേൾക്കാനാണ്? കോപത്താൽ അല്ലാഹു അവന്റെ വജിഹത മുഖം അവരിൽ നിന്നും തിരിച്ചിരിക്കുന്നു. തീ ആർത്തിയാൽ അവരിൽ ശക്തമായിരിക്കുന്നു. തീ ജ്വാലയായാലും നെറുവിടിപ്പിനാലും അവരോടുള്ള അതിൻ്റെ ദേഷ്യത്താൽ അത് അവരെ പൊടിച്ചിരിക്കുന്നു. അതിനാൽ അവരുടെ അടയാളം നാശമായിരിക്കും. നിന്ദ്യതയാണ് അവർക്ക് പുതപ്പായിട്ടുള്ളത്. സഹായം ചെയ്യാതെ വിടൽ അവർക്ക് സ്ഥിരമായിരിക്കും. റഹ്മാൻ അവരോട് കോപിച്ചവനായിരിക്കും. നരകത്തിൽ നിന്നും അതിലേക്ക് തന്നെയല്ലാതെ അവർക്ക് അഭയസ്ഥാനമില്ല. അവർക്ക് അനുഗ്രഹത്തിൽ നിന്നും വളരെ വിദൂരത. ആ നരകത്തിൽ അവർക്ക് എന്തൊരു ക്ഷമയായിരിക്കും. അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. അതിനാൽ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ ബന്ധനത്തിൽ നിന്നും നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ മോചിപ്പിക്കണം. സ്വർഗത്തിൽ ഉന്നതമായ വിഹിതത്തിൽ നിന്നും അവയെ നിങ്ങൾ തടഞ്ഞു കളയരുതേ. നഷ്ടപ്പെടുന്ന സമയത്ത് ഖേദം ഉപകരിക്കുകയില്ല. മരണശേഷം ഒഴിവ് കഴിവ് പറയൽ ശ്രദ്ധിക്കപ്പെടുകയില്ല. നാവിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ച് സംസാരിപ്പിച്ചവന്റെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഹേ വിശ്വസിച്ചവരെ, ഊഹത്തിൽ നിന്ന് മിക്കതിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. നിശ്ചയമായും ഊഹത്തിൽ ചിലത് കുറ്റമായിരിക്കും. നിങ്ങൾ ചാരപ്രവൃത്തി നടത്തുകയും ചെയ്യരുത്. നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി ദൂഷണം പറയുകയും ചെയ്യരുത്. തൻ്റെ സഹോദരൻ മരണപ്പെട്ടവനായിരിക്കെ അവൻ്റെ മാംസം തിന്നുന്നതിന് നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് നിങ്ങൾ വെറുക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിശ്ചയമായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണാനിധിയാണ്. സൂറത്ത് ഹുജറാത്ത് 12-ാം വചനം. ഈ ആയത്തോടു കൂടെയാണ് ഈ ഖുത്ബ അവസാനിക്കുന്നത്. അള്ളാഹു നല്ലതിൻ്റെ വഴിയിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.